ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിനെ പരിഹസിക്കുന്നവർക്കും എന്നും ഭീഷണിയായി തീർന്നിരിക്കുന്ന ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ് എന്ന് നെതർലാൻഡ്സിലെ പാർലമെന്റ് അംഗവും ഇസ്ലാമിന്റെ കടുത്ത എതിരാളിയുമായ ഒരു പാർട്ടിയുണ്ട്, ഫോർ ഫ്രീഡം. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക ചെയർമാനായിട്ടുള്ള ഗീർട്ട് വൈൽഡേഴ്സ് ആണ് ഈ അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നത്. തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചത്. ലോകത്ത് ഭീകരത പ്രചരിപ്പിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിക ഭീകര രാജ്യമാണ് പാകിസ്ഥാൻ. അത് പ്രവാചകന്റെ പേരിൽ ഫത്വ പുറപ്പെടുവിക്കുന്നു. ഫത്വ എന്ന് പറഞ്ഞാൽ മതവിധി. അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെന്റ് വഴി തന്നെ കൊല്ലാൻ ശ്രമിച്ച മുല്ലമാരെ അറസ്റ്റ് ചെയ്യാൻ പോലും മെനക്കെടാത്ത ഈ രാജ്യം പാകിസ്ഥാനാണെന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്ന തുർക്കിയും പാകിസ്ഥാനും ഇറാനുമൊക്കെ ലോകത്തിന്റെ നെറുകയിൽ മുതൽ ഉച്ച മുതൽ ഉള്ളം കാലുവരെ എന്ന് പറയുന്നത് പോലെ ഏറ്റവും താഴെ തട്ടിൽ വരെ ഭീകരത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ചൈനയിൽ റമലാൻ, നമസ്കാരം, അതുപോലെ താടി വയ്ക്കുന്നത്, ബുർക്ക ധരിക്കുന്നത്, പള്ളികള്, ഇസ്ലാം മതം മൊത്തം നിരോധിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? ഈ മതം മനുഷ്യന്റെ സമാധാനം തകർക്കുന്നു. ചൈന സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സമൃദ്ധിയിൽ കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒരു വിലങ്ങ് തടിയായി ഈ ദരിദ്രവാസികൾ അവരുടെ മതത്തെ കൊണ്ടുവരുന്നു. മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ വേണ്ടത് മാനവികതയാണ്, മതമല്ല എന്ന വലിയ ഒരു ആശയം ചൈന പ്രചരിപ്പിക്കുമ്പോൾ അവിടെ ഈ പള്ളിക്കും ബുർക്കയ്ക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഇസ്ലാം മത വസ്ത്രധാരണം വേണമെന്നും അതുപോലെ നീറ്റ് പരീക്ഷയ്ക്ക് മുഖം മറച്ചേ പറ്റുള്ളൂ, അവിടെ അതൊന്നും പറ്റില്ല. ഇപ്പൊ ഈ നോമ്പ് കാലമാണ്. നോമ്പ് കാലത്ത് പകല് ഭക്ഷണം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധം. നോമ്പ് പിടിക്കാൻ പറ്റില്ല. അത് വീഡിയോ ചിത്രീകരിച്ച് സർക്കാരിനെ ഏൽപ്പിക്കുകയും വേണം. കാരണം അറിഞ്ഞോ അറിയാതെയോ പോലും ഈ മതം പ്രചരിപ്പിക്കാനോ ഫോളോ ചെയ്യാനോ ചൈനയിലെ ഭരണാധികാരികൾ സമ്മതിക്കില്ല. കാരണം സൂചി കയറ്റാൻ ഇടം കൊടുത്താൽ ഇവർ ഒലക്ക കയറ്റുമെന്ന സത്യം അവർക്ക് അറിയുന്നത് കൊണ്ട് എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇസ്ലാം മതത്തെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ മ്യാൻമാറിൽ എന്താ സംഭവിക്കുന്നത്? മുസ്ലിം ഭീകരനെ എവിടെ കണ്ടാലും കണ്ടടത്ത് വെച്ച് കാച്ചാനാണ് ഉത്തരവ്. ഏതാണ്ട് 90% ഈ തീവ്രവാദികളുടെ ജിഹാദി മസ്ജിദുകളും മ്യാൻമാറിൽ ഇന്നില്ല, തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അവർക്ക് മനസ്സിലായി എന്താണ് മ്യാൻമാറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭീകരർ എന്താശയമാണ് അവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിന്റെയും മൂലകാരണം എന്താണ് എന്നവർ പഠിച്ചു. അതുകൊണ്ട് അവർ വേരിലൂടെ ചികിത്സിക്കുവാണ്. ജപ്പാനിൽ എന്താ സംഭവിച്ചത്? ജപ്പാനിൽ ഇസ്ലാം ഉണ്ടോ? ജപ്പാനിൽ ഇസ്ലാം നിരോധിച്ചു എന്ന് മാത്രമല്ല, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുകയോ ആ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിയമപരമായ കുറ്റകൃത്യമാണത്. ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഉത്തരവ് നൽകിയിട്ടും ഒരു മുസ്ലിമിനെ പോലും അഭയം നൽകാൻ ജപ്പാന് പറ്റിയില്ല. വിസമ്മതിച്ചു ജപ്പാൻ. ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം, നഞ്ചെന്തിന് നന്നാഴി. ഇവരിൽ ഒരാൾക്ക് അഭയം കൊടുത്താൽ 1,00,000 ആളുകളെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. ഐക്യരാഷ്ട്രസഭ ഉത്തരവിട്ടിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യമാണ് വലുത് എന്ന് പറഞ്ഞു. മനുഷ്യത്വം അർഹിക്കുന്നവരോട് കാണിച്ചാൽ മതി. പാത്രമറിഞ്ഞു വിളമ്പണം എന്ന് പറയാറില്ലേ, അങ്ങനെ മതി. സദസ്സറിഞ്ഞു വിളമ്പിയാ മതി എന്ന്. അങ്കോള എന്ന രാജ്യത്ത് ഇസ്ലാം എന്ന് പറയാനോ മുസ്ലിം എന്ന് പറയാനോ പോലും പാടില്ല. അതും ഇത് തന്നെയാണ്. ആ രാജ്യം അത്രമേൽ തകർത്ത് തരിപ്പണമാക്കിയത്. വിജയത്തിന്റെ നെറുകയിൽ നിന്ന അങ്കോള എന്ന രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത്, രക്തപ്പുഴ ഒഴുക്കാൻ കാരണമാക്കിയത് ഇസ്ലാം എന്ന മതമാണ്. ആ മതത്തിന് വേണ്ടി, ആ മതത്തെ വളർത്തുന്നതിന് വേണ്ടി ഞാനോ നീയോ വലുത് എന്ന രൂപത്തിൽ പ്രചാരണം ആരംഭിച്ചു.
അതുകൊണ്ട് അവര് പറഞ്ഞു, ഇനിയും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല. ഫ്രാൻസില് ഒറ്റ ദിവസം കൊണ്ട് തകർത്തത് 210 മസ്ജിദുകൾ. എന്തിന്റെ പേരിലാ? ഷാർലി ഹെബ്ദോ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ മാസികയിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം വരുന്ന ഒരു കാരിക്കേച്ചർ തുടങ്ങി വിപ്ലവം. അപ്പോഴേക്ക് തന്നെ ഫ്രാൻസിൽ കുടിയേറി വന്ന മുസ്ലിങ്ങൾ പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടു. ഒടുവില് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ ഈ വിഷയം കത്തി നിന്ന സമയത്ത് ക്ലാസ്സില് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുട്ടികളോട് നമുക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഏതു മതത്തെയും വിമർശിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ്സിലിരുന്ന ഒരു 18കാരൻ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തു. മിനിറ്റുകൾക്കകം അവന്റെ തലയും തെറിച്ചു എന്നത് നേരെ. ആ ഒരൊറ്റ ദിവസം മണിക്കൂറുകൾക്കകം 210 മസ്ജിദുകൾ ഫിനിഷ് ചെയ്തു. കാരണം ഇവരെ ഇനിയും ഇവിടെ വളർത്തിയാൽ ഇവിടെ മറ്റുള്ളവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കില്ല എന്നവന് മനസ്സിലാക്കിയത് കൊണ്ട് ഇമ്മാനുവൽ മാക്രോണിനെ പോലെ സത്യസന്ധനും നിർഭയനും രാജ്യസ്നേഹിയും ഈ തീവ്രവാദികളെ ശരിക്ക് പഠിച്ച ആളുമാണ് ഫ്രാൻസ് ഭരിക്കുന്നത്. നടക്കില്ല, ഒരു വെളച്ചിലും നടക്കില്ല. ഓസ്ട്രേലിയ മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? ഓസ്ട്രേലിയയിൽ എല്ലാ വിഷയങ്ങൾക്കും നിയമമുണ്ട്. മര്യാദയ്ക്ക് ജീവിക്കണം. വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും, അഭയാർത്ഥികൾ വരുമ്പോഴാണെങ്കിലും, ജോലി സംബന്ധമായിട്ടാണെങ്കിലും, കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും, ഇനി അതല്ല വിശ്വാസത്തെയും ആരാധനയെയും സംബന്ധിച്ചിട്ടാണെങ്കിലും ഏതു വിഷയവും മനസ്സിലാക്കി മര്യാദയ്ക്ക് ആ രാജ്യത്തിന്റെ നിയമമനുസരിച്ചിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളാണ് അവർക്ക് നൽകുന്നത് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കാൻ. അതും ഓസ്ട്രേലിയയുടെ വകയായിട്ട് തന്നെ കൊണ്ടു ചെന്നാക്കുവാണ് അവരെ. അവിടെ പറ്റില്ല. അപ്പോ അവരെ ജയിലിൽ അടച്ചൂടെ എന്നൊരു ചോദ്യം വന്നപ്പോൾ ഞങ്ങളുടെ നികുതി പണത്തിനോ? അടുത്ത ചോദ്യമാ തിരിച്ച്. അതുകൊണ്ട് അവർ വന്ന അവരുടെ രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോകട്ടെ. അനുഭവിച്ചതൊന്നും പോരാ. അവരുടെ രാജ്യത്ത് മതനിയമങ്ങൾ പിടിമുറുക്കിയപ്പോൾ നിക്കപ്പുറതിയില്ലാതെ നാടുവിട്ടതാ. അഭയം ചോദിച്ചു വന്നു കയറിയതാ. അതിഥികളായിട്ട് വന്നു കയറി കഴിഞ്ഞപ്പോൾ എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തി. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. അവരെ പുറത്താക്കിയ അതേ മതവും വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് അഭയം നൽകിയ രാജ്യത്തേക്ക് കൊണ്ടുവരികയും അവരുടെ രാജ്യത്ത് കാണിക്കാൻ സാധിക്കാത്ത ധാർഷ്ട്യവും അഹങ്കാരവും മതനിയമങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയും ഇവിടെ കാണിക്കാനും തുടങ്ങിയപ്പോൾ അവരെ ചവിട്ടി പുറത്താക്കാൻ ഓസ്ട്രേലിയയെ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അതാ ഇവരെവിടെയൊക്കെ കാല് ചവിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം അവർക്ക് പ്രശ്നങ്ങളാണ്. ഇപ്പൊ പാകിസ്ഥാനില് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെയല്ലേ പാകിസ്ഥാൻ നാടുകടത്തിയത്. ഇവിടെ ആരെങ്കിലും കരഞ്ഞ് നിങ്ങൾ കണ്ടോ? അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കക്കള്ളിയില്ലാതെ വന്ന അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് കുടിയേറി. ഒടുവിൽ പാകിസ്ഥാൻ നിത്യദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ, പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ പാകിസ്ഥാൻ തീരുമാനിച്ചു അഫ്ഗാനികൾ ഇവിടെ കയറിയതിൽ പിന്നെ പാകിസ്ഥാനിൽ നിത്യവും അക്രമവും കൊള്ളയും കൊലയും ബലാത്കാരവും. അതുകൊണ്ട് അത് മനസ്സിലാക്കി അവരെ തിരിച്ചു വന്നിടത്തേക്ക് തന്നെ അയക്കുകയാണ് ചെയ്തത്. ഇവിടെ ആർക്കും നെഞ്ചിലേക്ക് കല്ലറങ്ങാതിരുന്നില്ല. ആരും അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചുമില്ല. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അവിടെ സ്വാധീനമില്ല. കാരണം രണ്ടു ഭാഗത്തുമുള്ളതാരാ? ഞമ്മന്റെ ആളുകളാണ്. ഇങ്ങനെ മതം നോക്കി, കൊടി നോക്കി, നിറം നോക്കി, രാഷ്ട്രീയം നോക്കി മാത്രം പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു ജനവിഭാഗം ഏത് രാജ്യത്തുണ്ടെങ്കിലും ശരി, ആ രാജ്യം ഒരിക്കലും പുരോഗതി പ്രാപിക്കില്ല. മുഖം നോക്കാതെ നന്മയ്ക്ക് വേണ്ടി, ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളാൻ ഓരോ രാജ്യസ്നേഹിക്കും സാധിക്കണം. നമ്മുടെ രാജ്യത്തും നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യസ്നേഹമാണ്. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് വലിയ രൂപത്തിൽ ചർച്ച നടക്കുന്നത് എന്താ?
അത് രാജ്യസ്നേഹവും രാജ്യവിരുദ്ധരും തമ്മിലുള്ള ഒരു സംഘട്ടനമാണ് നടക്കുന്നത്. അത് തലച്ചോറുള്ളവന് കാര്യം മനസ്സിലാകും. നന്ദി.